ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിനിയിപ്പം ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറി അങ്ങനെ എന്ത് ഫംഗ്ഷനോ ആയിക്കോട്ടെ, നമുക്ക് തന്നെ സ്പെഷ്യലായിട്ട് ഒരാൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതും വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു 3 ഫോട്ടോസിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. കളർ പ്രിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലൊക്കെ ചെന്നിട്ട് ഇതുപോലെ പറഞ്ഞാൽ നമുക്ക് എടുത്തു തരുന്നതായിരിക്കും. ഒന്നുകിൽ സ്റ്റിക്കർ ടൈപ്പിലാണെങ്കിലും അങ്ങനെ കിട്ടും, അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു രീതിക്കാണെങ്കിലും നല്ല കളർ പ്രിൻ്റ് എടുത്തു തരണമെന്ന് പറഞ്ഞാൽ അവരെടുത്തു തരുന്നതായിരിക്കും. ഏകദേശം ഇതിപ്പോൾ ഞാൻ ഈ 2-3 ഫോട്ടോസ് എടുത്തതിന് ഒരു 15 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതിനെ നന്നായിട്ടൊന്ന് സെക്യൂർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വീതിക്കുള്ള സെല്ലോ ടേപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് അരികു ഭാഗമൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വേണ്ടാത്ത ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ മിഡിലായിട്ട് കറക്റ്റ് ഈക്വൽ രീതിക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഈ ഒരു ലാസ്റ്റിലത്തെ ആ ഒരു സൈഡ് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു സെല്ലോ ടേപ്പ് അവിടെ നിന്ന് ഫിക്സ് ആക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഏകദേശം ഓക്കെ ആകും. ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗത്തും അതുപോലെ തന്നെ അടിയിലത്തെ ഭാഗത്ത് നമ്മളൊന്ന് കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് കുഞ്ഞൊരു കഷ്ണം പേപ്പർ എടുക്കുന്നുണ്ട്. പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ശേഷം ഫെവിക്കോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിബോണ്ടോ എന്ത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫിക്സ് ആക്കി ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സ്പോഞ്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2-3 ഹാർട്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇതുപോലുള്ള സ്പോഞ്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കളർ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. കളർ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഗ്ലിറ്റർ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ശേഷം ഇതുപോലെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് സ്കൈ ബ്ലൂ കളർ പെയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഹാർട്ടെല്ലാം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലൊരു ലൈറ്റാണ്. ഇതൊക്കെ ഒരുപാട് റേറ്റ് ആവുകയില്ല, നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ലൈറ്റാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതിനുള്ളിലായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ ഭാഗം ഫിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് തന്നെ യൂസ് ചെയ്യാം. നന്നായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് അധികം വീതിക്ക് അല്ലാത്ത സെല്ലോ ടേപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാർട്ട് ഷേപ്പെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗം കവർ ചെയ്ത് ആ ഒരു സെല്ലോ ടേപ്പൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന രീതിക്ക് നമുക്ക് ഈ ഹാർട്ടെല്ലാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ. ഇനി കണ്ടില്ലേ, ഈ ഒരു ഏറ്റവും മുകളിലത്തെ ആ ഒരു മിഡിലായിട്ടുള്ള ഭാഗത്തും നമുക്കൊരു ഹാർട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇവിടെ ഞാൻ ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത്.
ഇതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കിഡ് ഗിഫ്റ്റായിട്ടൊക്കെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് ആണെങ്കിൽ കൂടി നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ 3 ഫോട്ടോസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഷീറ്റും കൂടി ജസ്റ്റ് വൈറ്റ് പേപ്പർ ആണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ആണെങ്കിലും നമുക്ക് ഒന്ന് ചേർത്ത് വെച്ച് ഫിക്സ് ആക്കി വെക്കുമ്പോൾ ഏകദേശം ഒരു ചതുര ഷേപ്പിന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഈ 3 ഫോട്ടോസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ചാനൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും കൂടി വേണം. എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. വീണ്ടും കാണാം. താങ്ക്